KSRTC ബസ്സിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്താൽ നടപടി എടുക്കേണ്ടത് പോലീസോ ചെക്കിംഗ് ഇൻസ്പെക്ടർമാരോ? ഈ തർക്കവും നിയമപ്രശ്നവുമാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോയ ബസ്സിൽ അരങ്ങേറിയത്. ഉയർന്ന ടോൾ കാരണം മംഗലാപുരത്തേക്കുള്ള ബസ് ചാർജിൽ 3 രൂപ കൂട്ടിയതിനെതിരെ പ്രതിഷേധിക്കാൻ മംഗലാപുരത്തേക്കുള്ള ബസ്സിൽ കയറിയ BJP സമരക്കാർ പുതിയ ചാർജ് കൊടുക്കാൻ തയ്യാറായില്ല. പഴയ ടിക്കറ്റ് കൊടുക്കാൻ കണ്ടക്ടർക്കുമായില്ല. പ്രശ്നം കുമ്പള പോലീസ് സ്റ്റേഷനിലെത്തി. സമരക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിയെങ്കിലും ടിക്കറ്റില്ലാ യാത്രയ്ക്ക് കേസെടുക്കാൻ പോലീസിന് വകുപ്പില്ല. KSRTCക്ക് ഒരു മംഗലാപുരം ട്രിപ്പ് മുടങ്ങിയത് മാത്രം മിച്ചം. കൊടുക്കണ്ട, ടിക്കറ്റ് കൊടുക്കണ്ട. 50 രൂപ മാത്രമേ. 53 വേണ്ട, 50 രൂപ ഞങ്ങൾ വാങ്ങില്ല. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. 53 രൂപ വർദ്ധിപ്പിച്ചത് ശരിയല്ല. ഇവിടത്തെ നാട്ടുകാരെ, ഇവിടത്തെ ജനങ്ങളുടെ, യാത്രക്കാരുടെ ആക്ഷേപം ഒന്നും കേൾക്കാതെ നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ വില വാങ്ങാൻ ചാർജ് ഈടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തിനാ എന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കണേ? ഞങ്ങൾ നേരത്തെയുള്ള ചാർജ്, സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ചാർജ് കൊടുക്കാൻ തയ്യാറാണ്. അതിനേക്കാൾ കൂടുതൽ ചാർജ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആ ചാർജ് വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ മംഗലാപുരം വരെ യാത്ര ചെയ്യും. അതല്ല, അതിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ ചാർജ് കൊടുക്കാൻ തയ്യാറല്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. ദിൽ ചൽത്താ ഹൈ, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്നാണല്ലോ പഴമൊഴി. എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതില്ലേ ഹീറോയിസം? KSRTC നമ്മൾ ബന്ധപ്പെട്ട് എന്താ നടപടി വേണ്ടത് സ്വീകരിക്കും. ഇപ്പം നിലവിൽ ഓൾറെഡി പോലീസിന്റെ നടപടിക്രമം നടത്തിയിട്ടുണ്ടാവുമല്ലോ. പോലീസ് പറയുന്നതിൽ KSRTC ആണ് നടപടി സ്വീകരിക്കേണ്ടതാണ്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അതുകൊള്ളു. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തുവിടണ്ട, അകത്തുവിടണ്ട. അവനാ വാതിക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റിട്ട് ഏറെ നാളായെങ്കിലും വൈദ്യുതി ബോർഡിൻ്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവനിൽ ജീവനക്കാരുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ മന്ത്രി മണിക്ക് ഇപ്പോഴാണ് സൗകര്യം ലഭിച്ചത്. ആദ്യ സ്വീകരണത്തിൽ തന്നെ ജീവനക്കാരെ നന്നായി ഉപദേശിക്കുകയും ചെയ്തു മണിമന്ത്രി. കുഴപ്പമുള്ളവരുണ്ട്, ബോർഡൊക്കെ അതെല്ലാം പറയും. അല്ല, ഞങ്ങൾക്ക് പറ്റുന്നപോലെ ചെയ്യുള്ളൂ എന്ന് പറയുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? അതങ്ങനെ അനുഭവമുണ്ട്. ഇപ്പം ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇനി അതൊന്നും നമുക്ക് സമ്മതിച്ച് പോകാൻ പറ്റുകയില്ല. ചുമ്മാതല്ലല്ലോ പണി ചെയ്യുന്നത്. പുളിങ്കുരു അല്ലല്ലോ, ഒന്ന് നല്ല ശമ്പളമല്ലേ കിട്ടുന്നത്. പിന്നെ എന്നാ, ഈ മന്ത്രിയായി എനിക്ക് കിട്ടുന്ന ശമ്പളം കൂടുതലാണ് നിങ്ങൾക്ക്. എനിക്ക് 54,000 രൂപയേ ഉള്ളൂ. MLA ആയിരുന്നപ്പം 39,000. മനസ്സിലായില്ലേ? കിലോ 5-6 കുറഞ്ഞിപ്പം ഓടി. അപ്പം അതുകൊണ്ട് ചുമ്മാതല്ലല്ലോ. ഞാൻ പറയാം, അതെല്ലാം ശരി തന്നെയാണ്. നിയമപരമായി എനിക്ക് കിട്ടുന്ന ശമ്പളമോ TAയോ അല്ലാതെ വേറെ ഒരു സിംഗിൾ പൈസയുടെ പോലും കാര്യം എൻ്റെ ചിന്തയിലില്ല, എൻ്റെ അജണ്ടയിലില്ലെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മന്ത്രിയേക്കാൾ ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് മന്ത്രിയുടെ വക രണ്ടാമത്തെ ഉപദേശം: സാങ്കേതികത്വം പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കരുത്. സാങ്കേതികത്വം പറഞ്ഞ് നിങ്ങളിട്ട് ഉഴപ്പരുത്. അതിനുമായി സഹകരിക്കാൻ എന്ത് വന്നാലും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഗവൺമെൻറ് ഉറപ്പായും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചുമ്മാ എന്തെങ്കിലും പറയുമ്പം തത്തമ്മ എന്നും പറഞ്ഞൊന്നും നിങ്ങളാരും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഏതാ ഈ വിജിലൻസ്? നമ്മൾ കട്ടില്ല, പിന്നെ എന്നാന്ന് നമുക്ക് വിജിലൻസിനെ പേടിക്കേണ്ട കാര്യം എന്നാ?
ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ന്യായമായ ഏത് കാര്യത്തിനും ഞങ്ങൾ ഉണ്ടാവും. ഈ ഗവൺമെൻറ് ഉണ്ടാവും, മന്ത്രി എന്ന നിലയിൽ ഞാനും ഉണ്ടാവും. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ രാത്രി ഇതേ സമയം. നന്ദി, നമസ്കാരം.